സ്ഥിരമായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് ഇവർക്ക് പാല് കൊടുക്കാമോ. എസ്പെഷ്യലി ഇത് ചോദിക്കുന്നത് പപ്പീസിൻ്റെ പേരൻസ് ആണ്. പപ്പി ആണെങ്കിലും അഡൾട്ട് ആയിട്ടുള്ള ഡോഗ് ആണെങ്കിലും ഇവർക്ക് സ്ഥിരമായിട്ട് പാല് കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്ഥിരമായിട്ട് പാല് കൊടുക്കുമ്പം ഇവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലാക്ടോസ് ഇൻടോളറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പാല് ഡെയിലി ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഡയറിയ, ലൂസ് മോഷൻ, വോമിറ്റിംഗ്, അലർജി ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി പാല് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാലിൽ ധാരാളം ഫാറ്റും അതേപോലെ നാച്ചുറൽ ഷുഗറും ഉണ്ട്. സ്ഥിരമായിട്ട് പാല് കൊടുക്കുമ്പം വെയിറ്റ് കൂടാനും ഇവർക്ക് ഡയബറ്റീസ് വരാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി പാല് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇവർക്ക് പാല് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും 1-2 ടീസ്പൂൺ പാല് കൊടുക്കാനേ പറ്റുള്ളൂ. അതും കൊടുക്കുമ്പം നിങ്ങൾ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുന്നത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കരുതി ഡെയിലി കൊടുക്കാൻ പാടില്ല. ഇനി നിങ്ങളുടെ ഡോഗ്സ് പപ്പിയൊക്കെ ആണ്, ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല, അങ്ങനെ ആകുമ്പം പാല് കൊടുത്തില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതിന് മിൽക്ക് റീപ്ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് അത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ബ്രസ്റ്റ് മിൽക്കിന് ഈക്വൽ ആണ്. ഇനി വേറൊരു ഡൗട്ട് സ്ഥിരമായിട്ട് വരുന്നതാണ്, കൗ മിൽക്ക് ആണോ ഗോഡ് മിൽക്ക് ആണോ, ഇതിലേതാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. 2 കൊടുത്താലും ഈ മിൽക്കിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് എന്തായാലും വരും. ഈ കൗ മിൽക്കിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഇവർക്ക് ആ പാലും കൊടുക്കാനായിട്ട് പാടില്ല. വല്ലപ്പോഴും കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ ഡൗട്ട് മാറാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ബട്ട് വൈ, എന്തുകൊണ്ട് പാല് കൊടുക്കാൻ പാടില്ല എന്നല്ലേ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം സിമ്പിളായിട്ട് പറയാം. ഇവരുടെ ബോഡിയിൽ ഇവരുടെ മദറിൻ്റെ പാല് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വേറെ ആനിമൽസിൻ്റെ മിൽക്കാണ്. അതിൽ എസ്പെഷ്യലി ഈ കൗ മിൽക്കിലൊക്കെ ലാക്ടോസിൻ്റെ അളവ് വളരെ വളരെ കൂടുതലാണ്. അത് ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പാല് ഇവർക്ക് കൊടുക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം.